എന്റെ ഈ സെക്കൻഡ് സ്ലൈഡ് ഞാൻ ചേഞ്ച് ചെയ്തത് കാണുന്നുണ്ടോ? ഇല്ല. ഇല്ല. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് വിസിബിൾ ആകുന്നുണ്ടോ? യെസ്. സോ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 82 വരെയുള്ള അഫോർസംസ് വരെ പഠിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ കേസ് ടേക്കിംഗ് ഡ്രഗ് പ്രൂവിംഗ് ആണ് കാണുന്നത്. സോ സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കേസ് ടേക്കിംഗ്. അതിനെപ്പറ്റി ഓരോ ഓതേഴ്സ് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് പറഞ്ഞത് ആരാന്ന് വല്ല അറിയാവോ? A case well taken is a case half cured. സോ അതിന്റെ പ്രസക്തി എന്താന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന കേസ് ടേക്കിംഗ് അത്രയും പെർഫെക്റ്റ് ആയിരുന്നാൽ പകുതി റെമഡിയിലോട്ടുള്ള വഴി ദൂരം കുറഞ്ഞു കിട്ടി എന്നുള്ളതാണ് എക്സാക്ട്ലി മീൻ ചെയ്യുന്നത്. എലിസബത്ത് ഹബേർഡ് റൈറ്റ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത്. എ കേസ് വെൽ ടേക്കൻ ഈസ് എ കേസ് ഹാഫ് ക്യൂർഡ്. ഓഡിബിൾ ആണല്ലോ അല്ലേ ഞാൻ? അതെ അതെ. ഓക്കെ. പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. സോ നമുക്കറിയാം കേസ് ടേക്കിംഗിന്റെ ഫസ്റ്റ് അഫോർസം സ്റ്റാർട്ടിംഗ് അഫോർസം തന്നെ അഫോർസം 83 to 104 ആണ് കേസ് ടേക്കിംഗ്. അതിൽ 83 ഫസ്റ്റ് പറയുന്നത് തന്നെ ഇൻഡിവിജ്വലൈസിംഗ് എക്സാമിനേഷൻ ഓഫ് ദ കേസ് ഓഫ് എ ഡിസീസ്. അപ്പോൾ ഒരു കേസ് ടേക്കിംഗിന്റെ മാക്സിമം ഒരു പേർപ്പസ് എന്താന്ന് തന്നെ ഫസ്റ്റ് ലൈനിൽ പറഞ്ഞു. ഇൻഡിവിജ്വലൈസിംഗ് എക്സാമിനേഷൻ ഓഫ് ദ കേസ് ആണ്. അപ്പോൾ ഒരു പേഷ്യന്റിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വലിസ്റ്റിക് ക്യാരക്ടേഴ്സ് കിട്ടാനായിട്ട് അങ്ങനെയുള്ള ഒരു വ്യൂ പോയിന്റിൽ എടുക്കുന്നതാണ് നമ്മുടെ കേസ് ടേക്കിംഗ് എന്ന് പറയുന്നത്. സോ അതിന് ഫസ്റ്റ് നമ്മൾ ആ ഒരു അഫോർസത്തിൽ സ്റ്റാർട്ടിങ് അഫോർസത്തിൽ പറയുന്നത് എന്താണ്? നമ്മൾ ബേസിക്കലി ഒരു കേസ് ടേക്കിംഗ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്? ആദ്യം പ്രിലിമിനറി ഡേറ്റ ആണല്ലോ എൻക്വയറി ചെയ്യുന്നത്. നമ്മൾ നെയിം, ഏജ്, സെക്സ്, ഓക്യുപ്പേഷൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അപ്പം ഞാൻ ഇതിനു മുന്നേ ഒരു അഫോറിസം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ജസ്റ്റ് നെയിം ഒക്കെ ഒരു സേക്കിന് വേണ്ടിയിട്ടല്ല. നമ്മൾ ഈ ഏജ്, സെക്സ് കാര്യങ്ങളൊക്കെ നമ്മുടെ അഫോറിസം 5 ഒരു ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ അസർട്ടൺ ചെയ്യാനായിട്ട് കുറെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് അല്ല, കുറെ പോയിന്റ്സ് വന്നിട്ടുണ്ട്. അതിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഒക്യുപ്പേഷൻ, സെക്സ്, ഡൊമസ്റ്റിക് റിലേഷൻസ്, മോഡ് ഓഫ് ലിവിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പം എത്ര കണ്ട് അതൊക്കെ നമ്മുടെ കേസ് ടേക്കിംഗിൽ പ്രസക്തമാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടാണ് ഞാനത് വീണ്ടും ഒന്ന് പറഞ്ഞത്. അപ്പോൾ ശരിക്കും നമ്മൾ കേസ് ടേക്കിങ്ങിലും കേസ് ടേക്കിംഗ് പ്രോസസ്സിൽ ചെയ്യുന്ന ഓരോ കാര്യത്തിന്റെ അപ്ലൈഡ് ലെവലാണ് നമ്മൾ ഈ പോകുന്ന കുറച്ച് അഫോർസംസിനകത്ത് കാണുന്നത്. സോ ഫസ്റ്റ് പറയുന്നത് ഒരു ഫിസിഷ്യന്റെ ക്വാളിറ്റീസ് എന്ത് വേണം എന്നാ പറയുന്നത്. അതിൽ 4 ക്വാളിറ്റീസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. ഫ്രീഡം ഫ്രം പ്രിജുഡീസ്, സൗണ്ട് സെൻസസ്, അറ്റൻഷൻ ഇൻ ഒബ്സർവിങ് ആൻഡ് ഫിഡിലിറ്റി ഇൻ ട്രേസിങ്. അപ്പോൾ ഇത് നമ്മൾ എല്ലാവരും എന്താ പറയാ വൈവയ്ക്കൊക്കെ സ്ഥിരം പഠിച്ച് മനപ്പാഠം വെച്ചിരിക്കുന്ന ഒരു 4 പോയിന്റ്സ് ആണ്. ഇതല്ലാതെ കുറച്ച് എക്സ്ട്രാ പോയിന്റ്സും കൂടെ ഉണ്ട്. അത് ഇനി ഒരു അഫോർസത്തിൽ പറയുന്നുണ്ട്. ഇതല്ലാതെ നമുക്ക് എന്തൊക്കെ കുറച്ച് ക്വാളിറ്റീസും കൂടെ വേണം എന്ന് അഫോറിസം 98 പറയുമ്പോഴത്തേക്ക് നമ്മൾ അറിയുന്നുണ്ട്. സോ ഇതില് നമുക്കറിയാം പ്രിജുഡീസ് എന്താണ്, ഫ്രീഡം ഫ്രം പ്രിജുഡീസ് എന്താണെന്നറിയാം, സൗണ്ട് സെൻസസ് എന്താണെന്നറിയാം, ഒബ്സർവേഷന്റെ പവർ എന്താണെന്നറിയാം. ഈ ഫിഡിലിറ്റി ഇൻ ട്രേസിംഗ് ദ പിക്ചർ എന്ന് പറഞ്ഞാൽ ഒരു വിശ്വസ്തത, ഒരു ലോയൽറ്റി ആൻഡ് ഒരു ട്രസ്റ്റ് വിത്ത് നേച്ചർ ഫിസിഷ്യന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. സോ ഇനി വരുന്ന അഫോർസംസ് 84, 85, 86. അതിനകത്ത് മെയിൻ ആയിട്ട് 84 വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബൈസ്റ്റാൻഡേഴ്സിന്റെ റോൾ എന്താണെന്ന്. ഫിസിഷ്യൻ എപ്പോഴും ഒരു സ്റ്റാർട്ട് കേസ് ടേക്കിംഗ് എടുക്കുന്നതിന് മുന്നേ ആദ്യം ഒരു അഡ്വൈസ് കൊടുക്കേണ്ടതുണ്ട് പേഷ്യന്റിനോട്. സ്പീക്ക് സ്ലോലി. എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിഷ്യനെ തന്നെ എല്ലാം നോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ഇടയ്ക്ക് വരുന്നിട്ട് ഫിസിഷ്യൻ ഇന്ററപ്റ്റ് ചെയ്യാറില്ല. കാരണം ഫുട് നോട്ടിൽ ഇങ്ങനെ പറയുന്ന പോലെ ട്രെയിൻ ഓഫ് തോട്ട് തന്നെ ബ്രോക്കൺ ആയി പോകും നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇന്റർഫിയർ ചെയ്യുകയാണെങ്കിൽ. സോ റോൾ ഓഫ് ബൈസ്റ്റാൻഡേഴ്സ് അവിടെ വരുന്നുണ്ട്. ഫിസിഷ്യൻ സൈലന്റ് ആയിട്ട് പേഷ്യന്റ് പറയുന്നത് കേൾക്കുന്നുണ്ട്, ബൈസ്റ്റാൻഡേഴ്സ് ഇടയ്ക്ക് ആഡപ്പ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അപ്പം ഈ ഒരു അഫോർസത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് സബ്ജക്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് സിംറ്റംസ് നമ്മളെല്ലാം നോക്കുന്നുണ്ട്. എപ്പോഴാണ് ഇതിനിടയിൽ വരുന്നില്ല? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? എലിസബത്ത് റൈറ്റിന്റെ കാണിക്കുന്നത് പിന്നെ മാറിയിട്ടില്ല. ക്വാളിറ്റീസ് ഒന്നും വന്നിട്ടില്ല? ഇല്ല. സ്ലൈഡ് മൂവ് ചെയ്തിട്ടില്ല. എലിസബത്ത് റൈറ്റിന്റെ കൊട്ടേഷൻ നിൽക്കുകയാണ്. എന്താ പ്രശ്നം എന്നറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം തന്നെയായിരുന്നു സർ. ഇങ്ങനെ പോകാം. കാരണം അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടാണോ വ്യൂ ആവുന്നേ? കുഴപ്പമില്ല.
ക്വാളിറ്റീസ് ഓഫ് എ ഫിസിഷ്യൻ ആണ് ഇപ്പം വന്നേക്കുന്നത് 83 അഫോറിസം. ഓക്കെ. അങ്ങനെ പോയാൽ മതി. ഓക്കെ സർ. സോ ക്വാളിറ്റീസ് ഓഫ് ദ ഫിസിഷ്യൻ ഇതിനകത്ത് നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ 4 ക്വാളിറ്റീസ് ആണ്. നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. സോ ഇപ്പോ 84, 85, 86 നമ്മൾ ഫസ്റ്റ് 84 പറയുന്നത് ആദ്യം നമ്മുടെ ഒരു ഒബ്സർവേഷൻ, ആദ്യം പേഷ്യന്റിനോട് നമ്മൾ പറയുന്നു സ്ലോ ആയിട്ട് സംസാരിച്ചു തുടങ്ങണം, നോട്ട് ഡൗൺ ചെയ്യാനാണ്. പിന്നെ അടുത്ത് നമ്മൾ സൈലന്റ് ആയിട്ട് ഇരിക്കുവാണ്, പേഷ്യന്റ് പറയുന്ന ഫുൾ കേൾക്കുന്നുണ്ട്, പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സ് പറയുന്നത് കേൾക്കുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാ പേഷ്യന്റിൽ കാണുന്നത് നമ്മുടെ സെൻസസ് ഒക്കെ വെച്ചിട്ട് എല്ലാം ഒബ്സർവ് ചെയ്ത് വെക്കുന്നുണ്ട്. പക്ഷെ ഒന്നും അപ്പോഴും നമ്മൾ എഴുതുന്നില്ല അതിനകത്ത്. കാരണം അത് എഴുതുന്നത് ഒരു അഫോർസത്തിൽ പറയുന്നുണ്ട്. അഫോർസം 90 ആദ്യമേ ചാടിക്കയറി ഒരു പേഷ്യന്റിനെ പറ്റിയിട്ട് കുറച്ചു നേരം സംസാരിച്ചിട്ടുള്ള പോയിന്റ്സ് എഴുതാൻ പാടില്ല. അതുകൊണ്ടാണ് കുറച്ചൊരു ഗ്യാപ്പ് വിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ എൻക്വയറി ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ആണ് ഫുൾ കേസ് ടേക്കിംഗ് കഴിഞ്ഞതിന് ശേഷം പേഷ്യൻസിനെ പറ്റിയിട്ടുള്ള നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ അതിനകത്ത് നോട്ട് ചെയ്യുള്ളൂ. അഫോർസം 90 പറയുന്നത് അതാണ്. സോ അഫോർസം 84 അപ്പം കംപ്ലീറ്റ് ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് പറയുന്നത് കൺസൾട്ടേഷനിൽ നമ്മൾ എങ്ങനെയാന്ന് വെച്ചാൽ 85 പറയുന്നുണ്ട് ഒരു ഫ്രഷ് ലൈനിൽ നമ്മൾ ഓരോ പോയിന്റും സ്റ്റാർട്ട് ചെയ്യണം. അതെന്താന്ന് നമുക്ക് അറിയാമല്ലോ, ചില കാര്യങ്ങൾ അവർ വേഗമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യും. കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും പെർട്ടിക്കുലേഴ്സ് ചോദിച്ചു പറയുമ്പോഴായിരിക്കും ബാക്കി ആഡപ്പ് ചെയ്യുന്നത്. സോ അത് ആഡ് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് വിട്ടു പോകാനാണ് ശരിക്കും ഇതിൽ നമ്മൾ പറയുന്ന ഒരു ഫ്രഷ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറയുന്നത്. ദെൻ 86 പറയുന്നത് എന്താന്ന് വെച്ചാൽ ഓരോ പെർട്ടിക്കുലർ സിംറ്റംസിലോട്ട് ഫിസിഷ്യൻ പോയിട്ട് എത്രത്തോളം മാക്സിമം പോയിന്റ്സ് കിട്ടുമോ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മളിത് ചെയ്തിട്ടുള്ള പ്രൊസീജിയർ ആണ്. തലവേദന, പനി എന്ന് മാത്രം പറഞ്ഞാൽ നമ്മൾ പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങോട്ട് ചോദിക്കും. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും, ലൊക്കേഷൻ, സെൻസേഷൻ, മൊഡാലിറ്റി, എക്സ്റ്റൻഷൻസ് ഒക്കെ വെച്ചിട്ട്. സോ ഈ ഒരു അഫോറിസം മെയിൻലി പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ കഴിവതും ശ്രമിക്കുക ഒരു സിംറ്റത്തിനെ. അപ്പം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെയ്യരുതെന്ന് ഹാനിമാൻ അടുത്ത അഫോർസത്തിൽ പറയുന്നുണ്ട്. ലീഡിങ് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് മനഃപൂർവ്വം പേഷ്യന്റിന്റെ വായിന്ന് തന്നെ ഒരു ഫാൾസ് ആൻസർ കിട്ടുന്ന രീതിക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്ത് കൊടുക്കരുത്. നമ്മൾ അതിൽ ഗിൽറ്റി ആയിരിക്കണം എന്ന് ഹാനിമാൻ പറയുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ എന്താ പറയാ, ഫുട് നോട്ടിലാണ് ഹാനിമാൻ ഇങ്ങനെ ഫിസിഷ്യൻസ് ഗിൽറ്റി ആവാൻ പാടില്ല എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒരു അഡ്വൈസ് പോലെയാണ്. ഹാനിമാൻ ഇങ്ങനെ ഒന്നും കൂടെ നമ്മൾ ഷുവർ ആയിട്ടിരിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ആ ഫുട് നോട്ടിൽ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നമ്മൾ എപ്പോഴും പേഷ്യന്റിനോട് ചോദിക്കും, പെട്ടെന്ന് ദേഷ്യം വരുമല്ലേ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. ശരിക്കും പറഞ്ഞത് നെഗറ്റീവായിട്ട് പേഷ്യന്റിനകത്തോട്ട് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ പോയി അവർക്ക് ഫോൾസ് ആൻസേഴ്സ് പറയുന്ന രീതിയിൽ അവരെ നമ്മൾ ഫ്രെയിം ചെയ്ത് എടുക്കരുത്. അതാണ് ഹാനിമാനും ഉദ്ദേശിക്കുന്നത്. സോ ഇനി അടുത്ത് അപ്പൊ നമ്മൾ ഈ ഒരു പേസ് വരെ എത്തി. അപ്പൊ നമുക്ക് അത്യാവശ്യം കുറച്ച് ചീഫ് കംപ്ലൈൻസും ക്യാരക്ടേഴ്സും ഒക്കെ കിട്ടിയിട്ടുണ്ടാകും, കുറച്ച് ഹിസ്റ്ററി കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ഇനി എന്താ വേണ്ടേ, നമുക്ക് പേഷ്യൻസിന്റെ എന്താ വേണ്ടേ, ജനറൽസാ വേണ്ട, ഫിസിക്കൽ ജനറൽസ് വേണം, മെന്റൽ ജനറൽസ് വേണം, അവരുടെ റിയാക്ഷൻസ് ടു ഒക്കെ വേണം. സാധാരണ ഒരു കേസ് ടേക്കിങ്ങിലുള്ളതാ. സോ അതിനെ പറ്റിയിട്ടൊക്കെ ഹാനിമാൻ പറയുന്ന ഒരു അഫോർസമാണ് അഫോർസം 88. സോ നമ്മളൊരു കേസ് ടേക്കിങ്ങിൽ നമ്മൾ പേഷ്യന്റിനോട് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസിനും അതിൻ്റെതായിട്ടുള്ള മഹത്വം ഉണ്ട്. അത് എവിടെയാണ് എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഹാനിമാൻ പറയുന്ന ലെവലിലാണ് നമ്മളത് ചെയ്യുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഈ ജനറൽസ് കളക്ട് ചെയ്യുന്ന ഒരു ഏരിയ, ഈ അഫോർസം 88 എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ശരിക്കും പേഷ്യന്റ് വോളണ്ടറി ആയിട്ട് കുറെ ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടില്ല, മെന്റൽ സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞിട്ടില്ല. സോ ആ പേഷ്യന്റിന്റെ സ്റ്റേറ്റ് ഓഫ് ഡിസ്പോസിഷൻ ഓഫ് മൈൻഡ്, പേഷ്യന്റിന്റെ എക്സ്പ്രഷൻസ്, എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയണം. അതിന്റെ ഫുട് നോട്ടിൽ പറയുന്നുണ്ട് അയാളുടെ ക്യാരക്ടർ ഓഫ് സ്റ്റൂൾസ്, ശരിക്കും ഹൗ ഡസ് ഹി പാസ് ഹിസ് വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന യൂറിന, ആൻഡ് ഡേ നൈറ്റ് സ്ലീപ്പ് എങ്ങനെയാ, ഫുഡ് ഏതൊക്കെ ഇഷ്ടമുള്ളത് ഇഷ്ടമില്ലാത്തത്. സോ അതൊക്കെ ആ ഫുട് നോട്ടിൽ പറയുന്നുണ്ട്. എന്താണ് ഹാനിമാൻ ഉദ്ദേശിച്ചത്, ഈ ചില ഫംഗ്ഷൻസിനെ പറ്റിയിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കുന്നത് അത് ശരിക്കും ഒരു ജനറൽസിലോട്ടാ ഹാനിമാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. സോ അപ്പൊ നമുക്ക് കുറച്ച് ജനറൽസും കൂടെ കിട്ടിക്കഴിഞ്ഞു എന്ന് വെക്കുക. ഇനി അടുത്ത് നമ്മൾ എന്താ വേണ്ടേ, ശരിക്കും പറഞ്ഞാല് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ എപ്പോഴും കംപ്ലീറ്റ് അല്ലാണ്ട് കിടക്കും. എത്ര നമ്മൾ നല്ലൊരു കേസ് ടേക്കിംഗ് എടുത്തിരുന്നാലും നമുക്ക് ഫിസിഷ്യൻ എപ്പോഴും ചോദിക്കാൻ പറ്റും കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. കാരണം നമുക്ക് തോന്നും ഇത്രയും കിട്ടിയത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ഒരു റെമഡിയിൽ എത്തിയില്ലാന്ന്. സോ അങ്ങനെ ഒരു കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുന്നത് അയാളുടെ സെൻസേഷൻസിന്റെ കാര്യത്തിലായിരുന്നാലും കൂടുതൽ എൻക്വയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ അഫോർസം 89 പറയുന്നത്. അതിനകത്ത് തന്നെ ഫുട് നോട്ടിൽ ഇതുപോലെ പറയുന്നുണ്ട്, നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ. ഒരു സെക്കൻഡ്
സോറി ഫോർ ദ ഇൻട്രപ്ഷൻ. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഫോർട്സം 89 കുറച്ചും കൂടെ പ്രിസൈസ് സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റും. ടേസ്റ്റ് ഇൻ ദ മൗത്ത്, ഡിസയർ ഫുഡ്, സ്ലീപ്പ്, തേഴ്സ്റ്റ് എല്ലാം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ടാണെങ്കിൽ ഫീവർ ആണെങ്കിൽ ഹോട്ട് സ്റ്റേജ് ആണോ ചിൽ സ്റ്റേജ് ആണോ, ആ സ്റ്റേജസിൽ എന്താ പറയാ തേഴ്സ്റ്റ് ഉണ്ടോ ഇല്ലേ, സ്ലീപ്പ് എങ്ങനെയുണ്ട്, പെർസ്പിറേഷൻ ഉണ്ട്, ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. അതിനകത്ത് തന്നെ പേഷ്യന്റ് ബിഹേവിയറിനെ പറ്റി എന്തെങ്കിലും റിമാർക്കബിൾ ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഈ ടൈം കൊണ്ട് ഈ ത്രൂ ഔട്ട് ദ ഇന്റർവ്യൂ നമുക്ക് നോക്കാം കേസ് ടേക്കിങ്ങിന്റെ പ്രൊസീജിയറിൽ. ഇപ്പൊ സ്ലൈഡ് ചേഞ്ച് ആയത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? യെസ്. ഓക്കെ, താങ്ക് യു. സോ അപ്പം നമ്മൾ ഇത്രയും നേരം ആ പേഷ്യന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് വെച്ചിട്ട് ഇനിയാണ് നമ്മൾ അത് എഴുതാൻ പോകുന്നത്. നമുക്ക് അത്യാവശ്യം കേസ് ടേക്കിങ്ങിൽ എല്ലാ പാർട്സും ഫിൽഡ് ആയതിനു ശേഷം എല്ലാം കിട്ടി കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇപ്പം നോട്ട് ചെയ്യാൻ പോവുകയാണ്. എന്താണ് നമ്മൾ അവരിൽ നോട്ട് ചെയ്തത്, വാട്ട് വി ഒബ്സർവ് ഫ്രം ഇൻ ദ പേഷ്യന്റ്, ആൻഡ് അത് നമ്മൾ അസർട്ടൈൻ ചെയ്യുകയും കൂടെ ചെയ്യും ഹൗ മച്ച് ദാറ്റ് ഈസ് പെക്യൂലിയർ ടു ദ പേഷ്യന്റ് ഇൻ ഹിസ് ഹെൽത്തി സ്റ്റേറ്റ്. അപ്പം പേഷ്യന്റിന്റെ ബിഹേവിയർ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നോക്കിയിട്ടുണ്ടാവും. അവരുടെ മാനറിസംസ് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതെല്ലാം റെസ്റ്റ്ലെസ് ആണോ, കാം ആണോ, ക്വയറ്റ് ആണോ, ശരിക്കും പറഞ്ഞാൽ ടിമിഡ് ആണോ അല്ലേ, കംപ്ലീറ്റ് നമ്മൾ നോക്കിയിട്ടാണ് ഇതിനകത്ത് എൻട്രി ചെയ്യുന്നത്. സോ അപ്പം ഒരു ഫിസിഷ്യന്റെ ഒബ്സർവേഷൻ വരെ കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് ഇനി അടുത്ത് പറയുന്നത്, ഇപ്പം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് വരുന്ന പേഷ്യൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ വേറെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞ് വരുന്ന പേഷ്യന്റ് ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് മുന്നേ പല ഡോക്ടേഴ്സിന്റെ അടുത്തും പോയി ചില കോഴ്സസ് ഓഫ് മെഡിസിൻസ് ഒക്കെ എടുത്തിട്ട് വരുന്ന ഒരു പേഷ്യന്റിന്റെ പിക്ചർ നമ്മുടെ കേസ് ടേക്കിങ്ങിൽ ക്ലിയർ ആയിരിക്കത്തില്ല. അത് യൂഷ്വലി നമുക്ക് കിട്ടുന്ന കുറച്ച് ക്രോണിക് ഡിസീസസിലായിരിക്കും. സോ അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മളോട് എന്താ ഹാനിമാൻ പറഞ്ഞിരിക്കുന്നത്? അവിടെയാണ് ഹാനിമാൻ സംതിങ് ഓഫ് അൺമെഡിസിനൽ നേച്ചർ, പ്ലാസിബോ എന്നുള്ള ഒരു കൺസെപ്റ്റ് ആദ്യം കൊണ്ടുവരുന്ന ഇവിടെയാണ്. അപ്പൊ ഹാനിമാൻ പറയുന്നത് ശരിക്കും അവരുടെ അപ്പോഴത്തെ ഡിസീസ് പിക്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ടോട്ടാലിറ്റി എടുക്കുമ്പോൾ നേരത്തെയുള്ള മെഡിക്കേഷൻസിന്റെയും കൂടെ കുറച്ച് സിംറ്റംസ് ഇതിനകത്ത് ഉണ്ടാകും. സോ അപ്പോഴും ഹാനിമാൻ പറയുന്നത് നമുക്ക് കുറച്ച് ടൈം അവർക്ക് ഫ്രീ ആകാൻ കൊടുക്കണം. ആ അൺവാണ്ടഡ് ആയിട്ടുള്ള മെഡിക്കേഷൻസോ അല്ലെങ്കിൽ ആ മെഡിക്കേഷൻസിന്റെ ഒരു മെഡിക്കേഷൻ ഫ്രീ ആകുന്ന പീരിയഡിലുള്ള സിംറ്റംസ് നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന് സംതിങ് ഓഫ് അൺമെഡിസിനൽ നേച്ചർ കൊടുത്തിട്ട് എന്താ പറയാ, പിന്നെ നമുക്ക് വന്നിട്ട് കുറച്ചും കൂടെ പേഷ്യൻസിന്റെ സിംറ്റംസ് കളക്ട് ചെയ്ത് ട്രൂ ആയിട്ടുള്ള ഒരു പിക്ചറിൽ നിന്ന് നമുക്ക് മെഡിക്കേഷൻസ് കൊടുക്കാം. സോ ഈ ഒരു പ്ലാസിബോ എന്നുള്ള കൺസെപ്റ്റിന്റെ എന്റെ ഒരു ഡെഫിനിഷൻ പോലെ സംതിങ് ഓഫ് ആൻ അൺമെഡിസിനൽ നേച്ചർ എന്ന് പറഞ്ഞ് ഫസ്റ്റ് മെൻഷൻ ചെയ്യുന്നത് അഫോർസം 91 പിന്നെ നമ്മൾ അങ്ങനെ ഒരു പ്ലാസിബോയുടെ മെൻഷനിങ് കാണുന്നത് അഫോർസം 96 ഫുട് നോട്ടിലും കാണാറുണ്ട്. പിന്നെ 281 ജസ്റ്റ് ഒരു മെൻഷനിങ് ഉണ്ട്. സോ ഇപ്പം അഫോർസം 91 അപ്പോൾ പേഷ്യന്റ് ക്രോണിക് ഡിസീസ് ഉള്ള ഒരു പേഷ്യന്റ് വേറൊരു അലോപ്പതി ഫിസിഷ്യൻസിന്റെ ഏതെങ്കിലും ഫിസിഷ്യൻസിന്റെ കയ്യിൽ നിന്ന് വരുന്നവരുടെ സിംറ്റം പിക്ചർ കുറച്ചും കൂടെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. സോ അത് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പ്ലാസിബോ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക എന്ന് പറയും. സോ അക്യൂട്ട് ഒരു ക്രോണിക് ഡിസീസിൽ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. അക്യൂട്ട് ഡിസീസിലാണെങ്കിൽ എന്താണ്, ഒരു കൺജോയിന്റ് മാലഡി ആയിരിക്കും. എന്താണ് ആക്ച്വലി കൺജോയിന്റ് മാലഡി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മെഡിസിൻ ആൻഡ് ഒറിജിനൽ ഡിസീസസ് മിക്സ്ഡ് ആണ്. ഇപ്പൊ ഒരു ഫീവർ, ഒരു 5 days ഹെവി ഫീവർ ആയിരുന്നു, ആന്റിബയോട്ടിക്സിന്റെ കോഴ്സ് ഒക്കെ എടുക്കുന്നു, അലോപ്പത്സിനെ ഒത്തിരി പേരെ കണ്ടിട്ട് പിന്നെ നമ്മളോട് വരുന്ന ഒരു കേസ് ആണെങ്കിൽ ഒരിക്കലും നമുക്ക് സിംറ്റം വളരെ പ്യൂർ ആയിട്ടുള്ള സിംറ്റം കിട്ടില്ല. സോ അങ്ങനത്തെ ഒരു ടൈമിൽ നമുക്ക് വേസ്റ്റ് ചെയ്യാനുള്ള ടൈം ഇല്ല പ്ലാസിബോ കൊടുത്തിട്ട്. സോ അവിടെ ഹാനിമാൻ പറയുന്നത് ഈ കൺജോയിന്റ് മാലഡി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അപ്പോഴുള്ള സിംറ്റംസ് കളക്ട് ചെയ്തിട്ട് ഒരു മെഡിസിൻ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോമിയോപതിക് റെമഡി കൊടുക്കുക എന്നാണ് പറയുന്നത്. സോ ക്രോണിക്കിന്റെ കേസിലും അക്യൂട്ടിന്റെ കേസിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ക്രോണിക്കില് പ്ലാസിബോ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് റെമഡിയിലോട്ട് പോകും. അക്യൂട്ടിലാണെങ്കിൽ കൺജോയിന്റ് മാലഡി ഉള്ളത് കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. അക്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് നോക്കിയിട്ട് കംപ്ലീറ്റ് സിംറ്റം പിക്ചർ എടുത്തിട്ട് എന്താ സ്യൂട്ടബിൾ ഹോമിയോപതിക് റെമഡി കൊടുക്കും. അപ്പൊ നമ്മൾ ഈ അക്യൂട്ടിന് എടുക്കുന്ന ആ ഒരു സിംറ്റം പിക്ചറിനകത്ത് നേരത്തെയുള്ള മെഡിക്കേഷൻസിൻ്റെതായിട്ടുള്ള സിംറ്റംസ് ഉണ്ടാകാം, ഒറിജിനൽ ഡിസീസിന്റെ സിംറ്റംസ് മിക്സ്ഡ് ആയിരിക്കും. ബട്ട് നമ്മളത് മൊത്തത്തിൽ എടുക്കും. ഇനി അടുത്ത് ഹാനിമാൻ പറയുന്നത് ഒരു കോസിനെ കുറിച്ചാണ്. നമ്മൾ ഒബ്വിയസ് കോസ് എന്ന് പറയും. ഈ ഒബ്വിയസ് കോസ് എന്താ പറയുക കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. MCQs ചോദിച്ചിട്ടുണ്ട്. അഫോർസം 93 ആണ്.
ശരിക്കും പറഞ്ഞാൽ ഡിസീസ് ഒരു ഷോർട്ട് ടൈമിൽ വരുവാണ്, അല്ലെങ്കിൽ ഒരു ക്രോണിക് ഡിസീസിനായിക്കോട്ടെ, ചിലപ്പോൾ പേഷ്യൻസിന് എന്തെങ്കിലും ഒരു ഒബ്വിയസ് ക്യാരക്ടർ കൊണ്ടായിരിക്കാം ആ ഒരു ഡിസീസ് വരുന്നത്, അല്ലെങ്കിൽ അതിൽ ആഡപ്പ് ആകാനുള്ള എന്തെങ്കിലും കോസസ് ഈ ഒബ്വിയസ് കോസിൽ നിന്ന് ഉണ്ടാകാം. അത് പക്ഷെ പേഷ്യന്റ് നമ്മളോട് പറയില്ല. അപ്പം അങ്ങനെയുള്ള കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ്ലി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നന്നായിട്ട് കെയർഫുള്ളി ഇൻട്രോഗേറ്റ് ചെയ്യുമ്പോഴേ നമുക്കത് കിട്ടത്തുള്ളൂ. സോ അങ്ങനെയുള്ള ഒരു കോസിനെ പറ്റിയിട്ട് പറയുന്ന ഒരു അഫോറിസമാണ് അഫോറിസം 93. അത് എനി കോസ് ഓഫ് എ ഡിസ്ഗ്രേസ്ഫുൾ ക്യാരക്ടർ എന്ന് പറയാം. അപ്പൊ അതിനകത്ത് എന്തൊക്കെ വരാം? മേ ബി സം പോയ്സണിങ്സ് ആവാം, അറ്റംപ്റ്റഡ് സൂയിസൈഡ്സ് ആവാം, ഒണാനിസംസ് ആകാം, ദെൻ അൺനാച്ചുറൽ ഡിബോച്ചറി ആകാം, ഓവർ ഇന്റലിജൻസ് ആകാം ഇൻ ഈറ്റിംഗ്, അങ്ങനെ അൺഫോർച്ചുനേറ്റ് ലവ്, ജെലസി, വറി എല്ലാം ആകാം. അങ്ങനെയുള്ള ഏത് കാര്യം കൊണ്ടും പറയുന്നതിന് കോസിനെയാണ് ഒബ്വിയസ് കോസ് നമ്മൾ പറയുന്നത്. ജസ്റ്റ് ഒരു സെക്കൻഡ് തരണേ, സോറി. സോറി. സോ അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കോസസ് ആണ് ഒബ്വിയസ് കോസ് എന്ന് പറയുന്നത്. അത് കുറച്ച് കെയർഫുൾ ഇൻട്രോഗേഷനിലെ നമുക്കത് കിട്ടത്തുള്ളൂ. സോ ഇനി നമ്മളടുത്ത് നോക്കുന്നത് ക്രോണിക് കേസ് ടേക്കിംഗ് ആണ്. 94 തൊട്ട് 98 വരെ ഹാനുമാൻ നമുക്ക് കുറച്ച് ഐഡിയാസ് തരുവാണ് ക്രോണിക് കേസ് ടേക്കിംഗ് നമ്മൾ എങ്ങനെയായിരിക്കണം എന്നാ പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് പറയുന്നത് അഫോറിസം 94-ല് എന്താ പറയുന്നത്, നമ്മൾ യൂഷ്വലി നമ്മളെ പേഷ്യന്റിന്റെ ഓർഡിനറി ഒക്യുപ്പേഷൻ, മോഡ് ഓഫ് ലിവിങ്, ഡയറ്റ്, ഡൊമസ്റ്റിക് സിറ്റുവേഷൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ എൻക്വയറി ചെയ്യുന്നുണ്ടാവും. ഇതല്ലാണ്ട് എന്താ പറയുക, ഒരു ഡിസീസ് എന്തെങ്കിലും, ഇതൊക്കെ നമ്മൾ എന്തിനാ നോക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡിസീസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു റീസൺ, ഒരു ഒബ്സ്റ്റക്കിൾ ടു ക്യൂർ ആയിട്ട് അവിടെ എവിടെയെങ്കിലും റിമൈൻ ചെയ്യുന്നുണ്ടോ എന്നും കൂടെ നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ചില കോസസ് റിമൂവ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ ഡ്വെല്ലിംഗ് ഒക്കെ ചിലപ്പോൾ മാറ്റിയാൽ മാത്രമേ അവർക്ക് റിക്കവറി വരാൻ ചാൻസസ് ഉള്ളൂ. സോ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പോയിന്റ്സിലോട്ട് കൂടുതൽ ഊന്നും കൊടുക്കുന്നത്. ഇനി അടുത്ത് 94-ന്റെ ഫുട് നോട്ടിൽ പറയുന്നത് ഫീമെയിൽസിൽ കുറച്ച് സ്പെഷ്യൽ എൻക്വയറിയുടെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അത് എന്തൊക്കെയാന്ന് വെച്ചാൽ പ്രഗ്നൻസി, സ്റ്റെറിലിറ്റി, അക്കോച്ച്മെന്റ്സ്, മിസ്കാരേജസ്, സക്ലിംഗ്, അവരുടെ സ്റ്റേറ്റ് ഓഫ് മെൻസ്ട്രൽ ഡിസ്ചാർജ്. അപ്പൊ ഫീമെയിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കുറെ ചേഞ്ചസും എല്ലാ കാര്യങ്ങളിനെയും കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കേസ് ടേക്കിംഗ് വേണ്ടതെന്നുള്ളത് അഫോറിസം 94-ന്റെ ഫുട് നോട്ടിൽ സ്പെഷ്യൽ പോയിന്റ്സ് ഓഫ് എൻക്വയറി എന്ന് പറയുന്നുണ്ട്. ഇൻ 95-ല് നമുക്കറിയാം ലെസർ അസസറി സിംറ്റംസ് ആണ്. ലെസർ അസസറി സിംറ്റംസ് എന്ന് പറയുമ്പോൾ ഒരു 15 to 20 ഇയേഴ്സ് ആയിട്ട് നമ്മുടെ കൂടെയുള്ള ഒരു സിംറ്റം, അത് ഒരു പാർട്ട് ഓഫ് എ ക്രോണിക് ഡിസീസ് ആയിട്ട് അവർക്ക് അങ്ങനെ തോന്നില്ല, ആസ് എ പാർട്ട് ഓഫ് ദം ആയിട്ടേ തോന്നത്തുള്ളൂ. അപ്പൊ അതിന് ഈ ഒരു പ്രിൻസിപ്പൽ മാലഡി ആയിട്ട് കണക്ഷൻ ഉള്ളതായിട്ട് അവർക്ക് തോന്നാത്ത കാരണം അവർ നമ്മളോടൊന്ന് മെൻഷൻ ചെയ്യണമെന്നില്ല. അപ്പൊ ലെസർ അസസറി സിംറ്റംസ് 95-ലാണ്. പേഷ്യന്റിന് മെഡിസിൻ കൊടുത്തിട്ട് വരുന്ന അസസറി സിംറ്റം ഓഫ് ഡിസീസ് എന്ന് പറയുന്നത്, മെഡിസിൻ എന്ന് പറയുന്നത് അഫോറിസം 163 ആണ്. രണ്ടും കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകരുതേ. സോ ഇനി നമ്മൾ അടുത്ത് കാണുന്നത് കുറച്ച് ടൈപ്സ് ഓഫ് പേഷ്യന്റ് ആണ്. അപ്പൊ 96, 97-ല് ഹാനിമാൻ പറയുന്ന കുറച്ച് ടൈപ്സ് ഓഫ് പേഷ്യന്റ് ഉണ്ട്. ഹൈപ്പോകോൺഡ്രിയാക്, ഹൈപ്പർ സെൻസിറ്റീവ് ആൻഡ് ഇൻടോളറന്റ് പേഷ്യൻസ് ആണ്. അതിൽ 96-ലാണ് ഹാനിമാൻ ഹൈപ്പോകോൺഡ്രിയാക് ആൻഡ് ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസിനെ പറ്റി പറയുന്നത്. ഇൻടോളറന്റ് പേഷ്യൻസിനെ പറ്റി പറയുന്നത് 97 അഫോറിസത്തിലാണ്. അപ്പൊ അതിൽ 96-ൽ അദ്ദേഹം പറയുന്നത് എന്താന്ന് വെച്ചാൽ ഹൈപ്പോകോൺഡ്രിയാക് അതുപോലെ തന്നെ ഗ്രേറ്റ് സെൻസിറ്റീവ്നെസ്, ഇംപേഷ്യൻസ് ഒക്കെ ഉള്ള പേഷ്യൻസ് ഉണ്ടാവും നമ്മുടെ മുന്നിൽ വരുന്നതിൽ. അത് നമുക്ക് അവരുടെ സിംറ്റംസ് വളരെ വിവിഡ് ആയിട്ടുള്ള കളേഴ്സിൽ ഭയങ്കരമായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യും. അത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ ദേ വോണ്ട് ടു ഹാവ് സംതിങ് മെഡിസിൻ ഫ്രം ദ ഫിസീഷ്യൻ. അവർ വിചാരിക്കുന്ന എക്സാഗ്രേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി വിവിഡ് കളേഴ്സിൽ അതങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ
അത്രത്തോളം നല്ല പവർഫുൾ ആയിട്ടുള്ള മെഡിസിൻ കിട്ടും എന്നുള്ള അവരുടെ തെറ്റായ ധാരണ കൊണ്ട് അവർക്കുള്ളത്. യൂഷ്വലി ഒരു ഹൈപ്പോകോൺട്രാക്ട് എന്ന് പറയുവാണെങ്കിൽ എന്താണ്, അവരൊരിക്കലും ഒരു ഡിസീസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞു വരുന്നവരല്ല. ഒരു ഫാബ്രിക്കേഷൻ ഓഫ് സിംറ്റംസ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ഓഫ് ഡിസീസ് ഒന്നും അവർ ചെയ്യത്തില്ല. ഉള്ളത് എന്താണോ അത് ഇച്ചിരി അവരൊന്ന് പൊലിപ്പിച്ചു പറയും. അത് എന്തിനു വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് അത്രത്തോളം നല്ല കെയർ ഫിസിഷ്യന്റെ നിന്ന് കിട്ടാൻ വേണ്ടിയാണ്. ബേസിക്കലി അവർക്കൊരു എന്താ പറയാ, ഒരു വല്ലാത്ത തരം റീഅഷ്യൂറൻസ് ഒക്കെ ഡിസീസിന്റെ കാര്യത്തിൽ വേണ്ടതും ഒരു ആൻസൈറ്റി ടുവേർഡ്സ് ഡിസീസ് ഉള്ള പേഷ്യൻസ് ആണ്. അവർക്ക് അവരുടെ ഡിസീസ് കണ്ടീഷനെ കുറിച്ച് ഭയങ്കര ആൻസൈറ്റി ഉള്ളത് കൊണ്ടും അത് അൺകൺട്രോളബിൾ ആയിട്ട് അവർ വേണം എന്ന് പറഞ്ഞല്ല ഇത് ചെയ്യുന്നത്, പക്ഷെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാനുള്ള പവർ ഉണ്ടാവില്ല. സോ അവരത് അറിയാണ്ട് തന്നെ ഫിസിഷ്യന്റെ നിന്ന് റീഅഷ്യൂറൻസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇത്രത്തോളം വിവിഡ് ആയിട്ടൊക്കെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടെ അൺമെഡിസിനൽ ആയിട്ടുള്ള പ്ലാസിബോയുടെ സെക്കൻഡ് മെൻഷനിങ് ഇവിടെയാണ്. അഫോർസം ഫസ്റ്റ് അഫോർസം ഏതായിരുന്നു പ്ലാസിബോനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്? 91. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ വരുന്നത് ഇവിടെയാണ്. നമ്മൾ വീണ്ടും പ്ലാസിബോയുടെ ഒരു മെൻഷനിങ് പോലെ കിട്ടുന്നത്. അപ്പൊ ഹാനിമാൻ പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും ഈ ഹൈപ്പോകോൺട്രിയ ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസിനൊക്കെ ഈ പ്ലാസിബോ പോലുള്ള എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ചില സിംറ്റംസ് അവർക്ക് കുറയുന്നതായിട്ടൊക്കെ അവർക്ക് ഫീൽ ചെയ്തിട്ട് അവർ നമ്മളോട് ഒന്ന് എക്സ്പ്രസ് ചെയ്യും. ഇത് അവരുടെ ഒരു മൈൻഡിന്റെ തോന്നലാണ്. അതുകൊണ്ടാ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവര് പറയുമ്പോൾ ഹൈപ്പോകോൺട്രിയക്ക് ഹൈപ്പർ സെൻസിറ്റിവിറ്റി പേഷ്യൻസ് ഒക്കെ ഒത്തിരി എക്സാഗ്രേറ്റ് ചെയ്ത് പറയുമ്പോൾ നമ്മളത് ഒന്നുമില്ല എന്ന് പറഞ്ഞ് കളയരുത്. ചില കാര്യങ്ങൾ ചിലപ്പോൾ അവർ പറയുന്നതിന്റെ ആ ഒരു തീം ചിലപ്പം നമ്മുടെ റെമഡിയായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ എക്സാക്ട്ലി അവർക്ക് പ്രോബ്ലം ഉള്ളവരായിരിക്കാം. അത് മാത്രം നമ്മളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചുകൊള്ളണം. പിന്നെ ഈ ഹൈപ്പോകോൺട്രിയക്കും ഹൈപ്പർ സെൻസിറ്റീവ് പേഷ്യൻസ് ഇപ്പം പറയുവാണെങ്കിൽ, ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കരമായിട്ടും എക്സാഗ്രേറ്റ് ചെയ്യും. മറ്റേ ഹൈപ്പോകോൺട്രിയക്ക് ആൾക്കാരും ഒത്തിരി പറയും. പക്ഷെ ഇവർ രണ്ടുപേരിലും ഉള്ള ഒരു ഡിഫറൻസ് ഞാൻ ഇവിടെ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഹൈപ്പോകോൺട്രിയാക് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ അവരുടെ ഡിസീസ് കണ്ടീഷനെ കുറിച്ചിട്ട് A to Z അവരെടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റും ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ എത്ര വർഷം കഴിഞ്ഞാലും കറക്റ്റായിട്ട് ഓർത്ത് അടുത്തൊരു ഡോക്ടറെ കാണാൻ പോകുമ്പോൾ അവർ ചിലപ്പോൾ മെൻഷൻ ചെയ്തെന്നിരിക്കും. നമുക്ക് അങ്ങനെ അവരെ തിരിച്ചറിയാൻ പറ്റും. കാരണം അവര് അതുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ള ഡൗട്ട് അടിച്ചിട്ട് മുന്നേ വന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പാസ്റ്റ് ഹിസ്റ്ററി ഒക്കെ നമുക്ക് തരുന്ന ഒരു പേഷ്യൻസ് ആണെങ്കിൽ ഹൈപ്പോകോൺട്രിയക്ക് ആവാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. സോ ഡിഫറൻഷിയേഷൻ അങ്ങനെ ചെറിയ രീതിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതല്ലാണ്ട് നല്ലൊരു എക്സ്പ്ലനേഷൻ വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഹൈപ്പോകോൺട്രിയക്കും ഹൈപ്പർ സെൻസിറ്റീവും. ഇനി അടുത്ത് ഇൻഡോളന്റ് പേഷ്യൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫുട് നോട്ടിലാണ് 96ന്റെ ഫുട് നോട്ടിലാണ് പ്ലാസിബോ പോലെയുള്ള ഒരു അൺമെഡിസിനൽ സംതിങ് ക്വൈറ്റ് അൺമെഡിസിനൽ ആയിട്ടുള്ള ഒരു കാര്യം കൊടുക്കുവാണെങ്കിൽ അവരുടെ കണ്ടീഷൻസിൽ ചേഞ്ചസ് വരുന്നതായിട്ട് അവർ എക്സ്പ്രസ് ചെയ്യുന്നത് പറയും. ഹൈപ്പർ സെൻസിറ്റീവ് ആൾക്കാർ എല്ലാത്തിനോട് സെൻസിബിലിറ്റിയും ഭയങ്കരമായിട്ടും അത് എക്സ്പ്രസ് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ദെൻ വരുന്നതാണ് ഇൻഡോളന്റ് പേഷ്യൻസ്. സോ ഇൻഡോളന്റ് പേഷ്യൻസിന് സ്റ്റോയിക്സ് എന്ന് പറഞ്ഞിട്ടും പറയാറുണ്ട്, STOICS. അത് അഫോർസം 97 പറയുന്നത്. അതിൽ മെയിൻ ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ നമ്മൾ ഈ ടിമിഡ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയത്തില്ലേ, അതെന്തെങ്കിലും ഫോൾസ് മോഡസ്റ്റി ഷെയിം ഒക്കെ കാരണം നമ്മളോട് അധികം സംസാരിക്കത്തില്ല, ഓപ്പൺ അപ്പ് ചെയ്യത്തില്ല. അത് മേ ബി അവരുടെ ഡിസ്പോസിഷൻ ആയിരിക്കാം, മൈൽഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വീക്ക്നെസ് ഓഫ് മൈൻഡ് ആയിരിക്കാം. അത് ചിലപ്പം എന്താ പറയാ, നമ്മൾ ഈ ടിമിഡ് അല്ലെങ്കിൽ ബാഷ്ഫുൾ അല്ലെങ്കിൽ ഇംപസൈൽ എന്നൊക്കെ പറയുന്ന പോലെ ചില റൂബ്രിക്സുമായിട്ട് സാമ്യം വരുന്ന ആൾക്കാരായിരിക്കാം. അവർ കൂടുതൽ അങ്ങോട്ട് ക്ലിയർ ആയിട്ട് പറയത്തില്ല, കുറച്ച് വേഗമായിട്ടേ പറയത്തുള്ളൂ. മേ ബി അവർക്ക് ഇതുമായിട്ട് ഡിസീസുമായിട്ട് ഇതെങ്ങനെ റിലേഷൻ ഉണ്ടെന്നുള്ളത് തോന്നാത്ത കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷെയിം ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം, അല്ലെങ്കിൽ അത് അവരുടെ ഡിസ്പോസിഷൻ ആയിരിക്കാം. സോ അവർ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് പറയത്തില്ല, ദേ ആർ റിലക്ടന്റ് ടു സ്പീക്ക് ഔട്ട്. സോ ഇതാണ് 3 ടൈപ്പ് ഓഫ് പേഷ്യൻസ് ഹാനിമാൻ നമുക്ക് തരുന്നത്: ഹൈപ്പോകോൺട്രിയക്, ഹൈപ്പർ സെൻസിറ്റീവ് ആൻഡ് ഇൻഡോളന്റ് പേഷ്യൻസ്. ഇനി എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ 98ല് ഹാനിമാൻ പറയുന്നുണ്ട്, പേഷ്യൻസിന്റെ ഓൺ എക്സ്പ്രഷൻസിന് എപ്പോഴും ഭയങ്കരമായിട്ടും നമ്മൾ ക്രിഡൻസ് കൊടുക്കണം എന്നാ പറയുന്നത്. കാരണം ബാക്കിയുള്ളവർ അത് നമുക്ക് കൺവേർട്ട് ചെയ്ത് പറയുമ്പോഴോ അല്ലെങ്കിൽ പറയുമ്പോൾ ചിലപ്പോൾ ഓൾട്ടേർഡ് ആവും, അല്ലെങ്കിൽ ഇറോണിയസ്ലി അവർ സ്റ്റേറ്റ് ചെയ്യും അതിനെ. സോ എപ്പോഴും പേഷ്യന്റിന്റെ ഓൺ എക്സ്പ്രഷൻ ആകുമ്പോൾ പേഷ്യന്റ് തന്നെ ഫീൽ ചെയ്ത സെൻസേഷൻസ് ഒക്കെ എക്സാക്ട്ലി പറയാൻ പേഷ്യന്റിന് മാത്രമേ പറ്റത്തുള്ളൂ. അത് വേറൊരാൾ കേൾവിക്കാർ പറഞ്ഞാൽ പോലും ശരിയാവില്ല. സോ എപ്പോഴും പേഷ്യന്റിന്റെ വാക്കുകൾക്ക് കൂടുതൽ വിലയുണ്ട്. ആൻഡ് അഡീഷണൽ ക്വാളിറ്റീസ് ഒരു ഫിസീഷ്യന് നമ്മൾ പറഞ്ഞു, അഫോർസം 83ൽ 4 ക്വാളിറ്റീസ് പറഞ്ഞു. അതിന്റെ കൂടെയുള്ള ഒരു അഡീഷണൽ അടുത്ത കുറച്ച് ക്വാളിറ്റീസ് ആണ് സർക്കംസ്പെക്ഷൻ, ടാക്ട്, നോളജ് ഓഫ് ഹ്യൂമൻ നേച്ചർ, ദെൻ കോഷൻ ഇൻ കണ്ടക്ടിങ് ദ എൻക്വയറി ആൻഡ് പേഷ്യൻസ്.
അപ്പോൾ ഇതിൽ പേഷ്യൻസ് എന്താന്ന് നിങ്ങൾക്ക് അറിയാം. കോഷൻ എന്താന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രദ്ധിച്ചു വേണം നമ്മൾ ഓരോ കേസും നോക്കാൻ എന്നുള്ളതാണ്. ഇതിൽ സർക്കംസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ക്വാളിറ്റി ഓഫ് ബീങ് കെയർഫുൾ, കുറച്ചും കൂടെ കെയർഫുൾ ആയിട്ട് എല്ലാം അത്ര തന്നെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ഒരു ക്വാളിറ്റിയാണ്. ടാക്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ സ്കിൽ ആൻഡ് സെൻസിറ്റിവിറ്റി ഇൻ ഡീലിംഗ് ഡിഫറെന്റ് ഇഷ്യൂസ്. അപ്പം അത്രത്തോളം സ്കിൽഫുൾ ആയിരിക്കുക. സോ ഇങ്ങനെയുള്ള കുറച്ച് എക്സ്ട്രാ ക്വാളിറ്റീസ്, ഒരു 5 ക്വാളിറ്റീസും കൂടെ ഹാനുമാൻ ആഡപ്പ് ചെയ്യുന്നുണ്ട് അഫോർസം 98 കേസ് ടേക്കിങ്ങിന്റെ സമയത്ത് നമുക്ക് നെസസറി ആയിട്ട് ഇത് കുറച്ച് മനസ്സിൽ നിൽക്കണം. അപ്പം എക്സ്ട്രാ ക്വാളിറ്റീസ് പറയുന്ന ഒരു അഫോർസം 98 ആണേ. അപ്പം 94 to 98 നമ്മൾ ക്രോണിക് കേസ് ടേക്കിംഗ് ആയിരുന്നു. സോ ഇനി അടുത്ത 99 to 102 എന്ന് പറയുമ്പോൾ അതൊരു അക്യൂട്ട് കേസ് ടേക്കിങ്ങിലോട്ടാണ് പോകുന്നത്. അക്യൂട്ട് കേസ് ടേക്കിങ്ങിൽ എങ്ങനെയാണ്? അഫോർസം 99 ഫസ്റ്റ് പറയുന്നുണ്ട് നമ്മുടെ അക്യൂട്ട് ഡിസീസസിന്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻസ് വരും. അപ്പം എന്താ പറയുന്നതെന്ന് വെച്ചാൽ എല്ലാം പേഷ്യന്റിന്റെ മെമ്മറിയിൽ വളരെ ഫ്രഷ് ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി അങ്ങോട്ട് എൻക്വയറി ചെയ്യേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ സിംറ്റംസ് കിട്ടും. ഇനി അഫോർസം 100 എന്താ പറയുന്നത്? ഒരു എപ്പിഡമിക് സ്പൊറാഡിക് ആയിട്ടുള്ള കേസസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും ഏതൊരു കേസ് ആണെന്നുണ്ടെങ്കിലും ഒരു എപ്പിഡമിക് വന്നാലും ഒരു സ്പൊറാഡിക് വന്നിരുന്നാലും അത് മുന്നേ വന്നതാണല്ലോ, ഇതേപോലെ തന്നെയല്ലേ മുന്നേ വന്നത്. അപ്പം കോവിഡ് ഫസ്റ്റ് വേവ് വന്നപ്പം എപ്പിഡമിക് മറ്റേ പാൻഡമിക് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ എന്താ പറയുന്നത്? ആദ്യം വന്നത് പോലത്തുള്ള സിംറ്റംസ് ആയിരുന്നു അടുത്ത്? അല്ല. അപ്പം ഒരു എപ്പിഡമിക്കോ ഒരു സ്പൊറാഡിക്കോ വന്നു പോയിട്ട് അടുത്ത സെക്കൻഡ് വേവോ തേർഡ് വേവോ എപ്പോഴും വന്നിരുന്നാലും നേരത്തെ ഉള്ളതിന്റെ അതേപോലെ മെഡിസിൻ കൊടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് വീണ്ടും അതിനകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ചേഞ്ചസ് വരും. അത് നമുക്ക് തന്നെ അറിയാം. കോവിഡ് സിനാരിയോ കമ്പയർ ചെയ്താലേ അറിയാം. അപ്പൊ അതുപോലെ എക്സെപ്ഷൻസ് എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. നെയിം ചിലപ്പോൾ സിമിലർ ആയിരിക്കാം, സിംറ്റംസ് ഒക്കെ സിമിലർ ആയിരിക്കാം, പക്ഷെ മൈന്യൂട്ട് ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും. ഒരിക്കലും രണ്ടെണ്ണം ഒരുപോലെ വരില്ല. അത് ഹാനുമാൻ പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുക. പിന്നെ ഇനി ഒരു ടോട്ടാലിറ്റി നമുക്ക് ഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതാണ് ഇനി അടുത്ത 101, 102 പറയുന്നത്. ഒരു കേസിൽ നിന്നിട്ട് നമുക്ക് അതിന്റെ കോമൺ സിംറ്റം വെച്ചിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അതുപോലത്തെ സെവറൽ കേസസ് ഒബ്സർവ് ചെയ്തിട്ട് ആ എപ്പിഡമിക്കിന്റെ പാറ്റേൺ എക്സാക്ട്ലി കോമൺ സിംറ്റംസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ മെഡിസിൻ കൊടുക്കണം. ഇതാണ് പറയുന്നത്. അതിനകത്ത് കൂടുതലും ആ ഡിസീസുമായിട്ടുള്ള ജനറൽ സിംറ്റംസിനായിരിക്കും ഇമ്പോർട്ടൻസ് വരുന്നത്. ഇനി അടുത്ത് പറയുന്നത് ഈ 102 ഈ ജീനസ് എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ അഫോർസത്തിൽ ഒന്നും അങ്ങനെ ഒരു ടേം കണ്ടു കാണാറില്ല. കാരണം ഹാനുമാൻ ഒരിക്കലും അങ്ങനെ ഒരു ടേം പറഞ്ഞിട്ടില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ ടേം ഹാനുമാൻ ഇതിന് യൂസ് ചെയ്യുന്നത്, അക്യൂട്ട് ഡിസീസിന്റെ ഒരു എപ്പിഡമിക്കിന് യൂസ് ചെയ്യുന്ന ടേം എന്തായിരുന്നു എന്ന് വെച്ചാൽ അതിന്റെ ഫുട് നോട്ട് ഹോമിയോപതിക് സ്പെസിഫിക് റെമഡി എന്ന് പറയുന്നതാ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ജീനസ് എപ്പിഡമിക്സ് എന്ന് പറയുന്നത് ഡോക്ടർ ഹെറിങ് വന്നിട്ട് കോയിൻ ചെയ്തിട്ടുള്ള, കോൺസ്റ്റന്റ് ഹെറിങ് വന്ന് കോയിൻ ചെയ്ത ഒരു ടേം ആണ്. അത് നമ്മളിങ്ങനെ യൂസ് ചെയ്ത് വരുന്നതാണ്. നമ്മുടെ ഹാനുമാന്റെ ബുക്ക്, നമ്മുടെ ഓർഗനോണിൽ നമ്മൾ ഹോമിയോപതിക് സ്പെസിഫിക് റെമഡി എന്നല്ലാണ്ട് നമ്മൾ ഇത് കാണുന്നില്ല, ജീനസ് എപ്പിഡമിക്സ് കാണുന്നില്ല. പക്ഷെ നമ്മൾ ബേസിക്കലി എല്ലാപ്പോഴും പറയുന്നത് ജീനസ് എപ്പിഡമിക്സ് തന്നെയാണ്. ബേസിക്കലി അതെന്താന്ന് ചോദിച്ചാൽ അതൊരു മെഡിസിൻ ആണ്. നമ്മളൊരു എപ്പിഡമിക്സിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു മെഡിസിൻ തന്നെയാണ്. സോ കേസ് ടേക്കിംഗ് കഴിഞ്ഞിട്ട് ഇനി നമുക്കുള്ളത് ഇൻവെസ്റ്റിഗേഷൻസ് ഓഫ് സോറയാണ്. അതായത് നമ്മുടെ 103 അഫോർസത്തിൽ പറയുന്നത് സോറ, ഇതിപ്പോ നമ്മൾ ക്രോണിക് ഡിസീസ് പറഞ്ഞു, അക്യൂട്ട് ഡിസീസ് പറഞ്ഞു. ഈ ക്രോണിക് ഡിസീസിൽ എസ്പെഷ്യലി സോറിക് ആയിട്ടുള്ള കുറെ ഡിസീസിന്റെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോഴും മൈന്യൂട്ട് ആയിട്ടുള്ള മാനറിൽ പോകണം. ഒരുപാട് വെരി മെനി സിംഗിൾ പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്യണം. എങ്കിലും നമുക്കൊരു ആന്റിസോറിക്സ് എന്താ പറയുക ഡിസ്കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് 104 എന്ന് പറയുന്നത് ഒരു കേസ് ടേക്കിംഗ് കഴിഞ്ഞ് മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോഴത്തേക്ക് കൃത്യമായിട്ടുള്ള സിംപ്റ്റം കൊടുക്കാനും അതിനുശേഷം ആ കേസ് അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ സിംറ്റംസ് പോയിട്ടുണ്ട് സ്ട്രൈക്ക് ഔട്ട് ചെയ്യണം, എന്തൊക്കെ അമിലിറേറ്റഡ് ആയിട്ടുണ്ട്, അപ്പം അതിന് ഏതാണ് പുതിയ സിംറ്റംസ് ആഡഡ് ആയിട്ടുള്ളത് എന്നൊക്കെ ഉള്ളത് നമുക്ക് റെക്കോർഡ് ഉണ്ടെങ്കിലേ സാധിക്കത്തുള്ളൂ. ആ പേഷ്യന്റെ കേസ് റെക്കോർഡ് എടുത്ത് നമ്മൾ അതൊക്കെ ചെയ്യണം എന്ന് പറയും. സോ റെക്കോർഡ് കീപ്പിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്ന അഫോർസും 104 ആണേ. ഫാസ്റ്റ് അല്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ബേസിക്കലി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. സോ ഇത് ജസ്റ്റ് ആ ഒരു സെക്ഷൻ തീർന്നപ്പോൾ ഞാനൊരു മോട്ടിവേഷന് വേണ്ടി ഇട്ടുന്നേ ഉള്ളൂ. എവറിത്തിങ് യു ഹാവ് എവർ വാണ്ടഡ് ഈസ് വൺ സ്റ്റെപ്പ് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ. നമ്മൾ എല്ലാവരും ഒരേ യാത്രയാണ് ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും ഒരേ ലക്ഷ്യമാണ്. കുറച്ചും കൂടെ നന്നായിട്ട് വർക്ക് ചെയ്യുക, നല്ല കോമ്പറ്റീഷൻ ഉള്ളതാണ്. ഒന്നും നിസ്സാരമായി എടുക്കരുത്. ഇനി നെക്സ്റ്റ് ചാൻസ് എന്ന് പറഞ്ഞില്ല, ഈ ചാൻസ് തന്നെയാണ് നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കേണ്ടത്. ആ ഒരു ലക്ഷ്യത്തോടെ മുന്നോട്ട് പോവുക.
ആൻഡ് നെക്സ്റ്റ് ഈസ് ഡ്രഗ് പ്രൂവിങ്. അപ്പോൾ ഡ്രഗ് പ്രൂവിങ്ങിന്റെ അഫോഴ്സം എന്ന് പറഞ്ഞാൽ അഫോഴ്സം 105 to 145 ആണ് ഡ്രഗ് പ്രൂവിങ്. പത്തോജനറ്റിക് പവർ ഓഫ് മെഡിസിൻ ആണ് അറിയാനാണ് നമ്മൾ ഡ്രഗ് പ്രൂവിങ് ചെയ്യുന്നത്. അത് ജസ്റ്റ് എല്ലാവർക്കും അറിയാം. ആൻഡ് 106 പറയുന്നത് ഹോൾ പത്തോജനറ്റിക് എഫക്ട്സ് ഓഫ് സെവറൽ മെഡിസിൻസ് മസ്റ്റ് ബി നോൺ. ഒന്നോ രണ്ടോ മെഡിസിൻ്റെ അല്ല, ഒരുപാട് മെഡിസിൻസിന്റെ അറിഞ്ഞാലേ നമുക്ക് അതുപോലെ വെച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ജസ്റ്റ് അഫോഴ്സത്തിൽ പറഞ്ഞു പോകുന്നത്. ആൻഡ് അഫോഴ്സം 107 പറയുന്നത് സിക്ക് പേഴ്സൺസിൽ നമ്മൾ പ്രൂവിങ് ചെയ്യണോ ചെയ്യണ്ടെന്നാണോ ഹനുമാൻ പറയുന്നത്? ചെയ്യണ്ട. അതിന്റെ റീസൺ എന്താന്ന് പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ മെഡിസിനൽ സിംറ്റംസ് മിക്സ്ഡ് ആകും. സോ പ്രൂവിങ് ഇൻ സിക്ക് പേഴ്സൺസ് നോട്ട് അലൗഡ് ആണ്. ആൻഡ് നെക്സ്റ്റ് 108. അപ്പൊ ആരെല്ലാം പ്രൂവ് ചെയ്യേണ്ടത്? ഹെൽത്തി പേഴ്സൺസിലാണ് പ്രൂവ് ചെയ്യേണ്ടത്. എങ്ങനെയാ? മോഡറേറ്റ് ആയിട്ടുള്ള ഡോസസ് കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ആ 108ന്റെ ഫുട് നോട്ടിലാണ് ആൽബ്രറ്റ് വോൺ ഹാലറിനെ പറ്റി പറയുന്നത്. അപ്പം ഹാനുമാൻ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു 2500 years ago ആയിട്ട് ഒരു സിംഗിൾ ഫിസിഷ്യൻ എക്സെപ്റ്റ് ഫ്രം ദിസ് മാൻ ഹാസ് നോട്ട് സീൻ ദ നെസസിറ്റി ഓഫ് ഡ്രഗ് പ്രൂവിങ്. അപ്പം ആ ഒരു 2000 വർഷമായിട്ട് ഹാനുമാൻ എക്സിസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു സെഞ്ചുറിയിൽ 2000 വർഷത്തോളം ഇദ്ദേഹം മാത്രം അല്ലാണ്ട് വേറെ ആരും ഇതിന്റെ ഒരു നെസസിറ്റി കണ്ടിട്ടില്ല. സോ അതിന്റെ ക്രെഡിറ്റ് അദ്ദേഹം കൊടുക്കുവാണ് ആൽബ്രറ്റ് വോൺ ഹാലറിന്. ആൻഡ് അഫോഴ്സം 109 ഹാനുമാൻ തന്നെ ആദ്യമായിട്ട്, ഹാനുമാൻ എവിടെയും ഹാനുമാനെ പറ്റിയിട്ട് പുകഴ്ത്തി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്ത ഒരു നന്മയുടെ കാര്യം ആദ്യമായിട്ട് അദ്ദേഹം പുറത്തോട്ട് പറയുന്നത് ഐ വാസ് ദ ഫസ്റ്റ് ദാറ്റ് ഓപ്പൺഡ് അപ്പ് ദിസ് പാത്ത്. അപ്പം ഈ ഒരു അഫോഴ്സത്തിന് കുറച്ചേറെ പ്രസക്തി ഉണ്ട്. ഹാനുമാൻ ആദ്യമായിട്ട് ഡ്രഗ് പ്രൂവിങ്ങിന്റെ പാത്ത് അദ്ദേഹമാണ് ഹെൽത്തി പേഴ്സൺസിൽ ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ സ്വയം പറയുന്ന ഒരേ ഒരു സ്ഥലം ഇതാണ് 109 അഫോഴ്സുമാണ് ഓർഗൻ ഓഫ് മെഡിസിനിൽ. ദെൻ അതിന്റെ ഒരു ഫുട് നോട്ടിൽ ഹോമിയോപ്പതിയുടെ സുപ്പീരിയോറിറ്റി പറയുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ വേറെ ഒരു മെത്തേഡ് ഓഫ് ക്യൂറിംഗ് ഓഫ് ഡൈനാമിക് ഡിസീസസും നന്നായിട്ടില്ല ഹോമിയോപ്പതിയോളം. കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡ്രോ മോർ ദാൻ 1 സ്ട്രേറ്റ് ലൈൻ ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്ന് പറഞ്ഞിട്ട് ഹോമിയോപ്പതി അത്ര കണ്ട് ആക്യുറേറ്റ് ആണെന്നുള്ളതും ഡൈനാമിക് ആണെന്നുള്ളതും പറയുന്ന സുപ്പീരിയോറിറ്റി ഓഫ് ഹോമിയോപ്പതി ജസ്റ്റ് ആ ഫുട് നോട്ടിലൊന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് അതിന്റെ ഒരു സെക്കൻഡ് ഫുട് നോട്ടിൽ ഇങ്ങനെ ജസ്റ്റ് പറയുന്നുണ്ട് ഹാനുമാൻ ഈ പാത്ത് ഓപ്പൺ ചെയ്തല്ലോ, ഡ്രഗ് പ്രൂവിംഗ് എന്നുള്ള പാത്ത്, അതിൽ അങ്ങനെ പ്രൂവ് ചെയ്ത് കിട്ടിയ മെഡിസിൻസിന്റെ സിംറ്റംസ് എല്ലാം ഹാനുമാൻ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് 3 ബുക്സിലാണ്. ഫ്രാഗ്മെന്റയുടെ പേര് 1805 മെട്രിമെഡിക്ക പ്യൂർ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോണിക് ഡിസീസിന്റെ കാര്യവും പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് പാർട്സ് ഓഫ് ക്രോണിക് ഡിസീസ് പറഞ്ഞിട്ടുണ്ട്. ഈ 3 ബുക്സിലും അദ്ദേഹം പ്രൂവ് ചെയ്ത ഡ്രഗ് പ്രൂവിംഗ് ചെയ്ത മെഡിസിൻസിന്റെ സിംറ്റംസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ 110 അഫോഴ്സം 110 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ